ഹായ്, നമസ്കാരം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുക. ഏത് തരത്തിലുള്ള പ്രശ്നവുമാകാം. ആ പ്രശ്നത്തിന് എന്ത് ഒരു ക്ലാരിറ്റി, എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രശ്നം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾ അതിൽ ആക്ച്വലി സ്റ്റഡി ആയിട്ട് സ്ലോ ആയിട്ടാണെങ്കിലും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല കെയർഫുള്ളായിട്ടാണ് ഓരോ മുന്നോട്ട് പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോഗ്രഷൻ ഇല്ല, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുവാണ്, മുന്നോട്ട് പോകാൻ വഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ മുകളിലേക്ക് എത്തുന്നില്ല എന്നായിരിക്കാം. അതിപ്പോൾ ഏത് മേഖലയിലായാലും, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും, നിങ്ങളുടെ ഏത് പ്രശ്നത്തിലായാലും നിങ്ങൾ വിചാരിക്കുന്നത് അതിലൊരു മുന്നോട്ട് പോക്ക് നടക്കുന്നില്ല. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ട്, അത് വിസിബിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രോബ്ലം. ഇതിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചാരിയറ്റ് എനർജിയിലാണ്, യോദ്ധാവ്. ഒരു വിജയിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഒരാളുടെ മനസ്സാണ് നിങ്ങൾക്ക് സ്ട്രോങ് വിൽ പവർ ഇപ്പോൾ ഉണ്ട്. ആ എനർജിയിൽ നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ആ എനർജിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, ആ യോദ്ധാവിനെ പോലെ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് പരിചിതമായ കംഫർട്ട് സോൺ ആയിട്ടുള്ള നിങ്ങളുടെ സിറ്റി, നിങ്ങളുടെ സ്വന്തം കൊട്ടാരം അല്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സോണിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. പുതിയൊരു വിജയത്തിലായി, ഒരു സ്പീഡി ആയിട്ടുള്ളൊരു വിക്ടറിയിലേക്ക് നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നയിക്കുന്ന രഥത്തിൻ്റെ മുമ്പിലുള്ള രണ്ട് സ്വിങ്സ്, രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഡിഫറെൻറ്റ് ഫോഴ്സസിനെ കാണിക്കുന്നു. നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും, പുറത്തു നിന്നോ അകത്തു നിന്നോ ഉള്ള നിങ്ങളുടെ വെല്ലുവിളികളെ നിങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അവയെ ഒത്തൊരുമിച്ച് ഇണക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് യാത്ര തുടരുകയാണ്. ആ എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അരക്ഷിതാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഒരു അറിയാത്ത ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിലും നിങ്ങൾക്കത് വിജയിച്ചു വരാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിപ്പോൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ എനർജിയിലേക്ക് എളുപ്പത്തിൽ മാറേണ്ടതാണ്. അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ചലഞ്ചസും ഫിയേഴ്സും മറ്റുള്ളവരുടെ സൈഡിൽ നിന്നുള്ള കളിയാക്കലുകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് തന്നെയുള്ള ഉള്ളിലുള്ള ഫിയേഴ്സ് പൊങ്ങി വരാം. സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഈ മൈൻഡ് സെറ്റോടുകൂടി അഥവാ പുറപ്പെട്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഉള്ളിൽ ഉറങ്ങിക്കിടക്കിരിക്കുന്ന, നിങ്ങൾ തിരിച്ചറിയാതെ കിടക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ അൺനോൺ ആയിട്ടുള്ള ഫിയേഴ്സ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഫിയേഴ്സ് പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല. നിങ്ങൾ അതിനെ അതിജീവിച്ച് നിങ്ങളുടെ വഴിയിലൂടെ മുന്നോട്ട് പോകണമെന്നാണ്. നിങ്ങളുടെ ഏതുതരം ചലഞ്ചസ് വന്നാലും വഴിയിൽ നിങ്ങൾ ട്രസ്റ്റോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഇന്നർ വിൽ പവറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത്, ഇൻഡ്യൂഷനെയും വിൽ പവറിനെയും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അഥവാ അവിടെ ഒരു തടസ്സം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായാൽ പോലും നിങ്ങൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതാണ് അതിൻ്റെ ഔട്ട്കം. നിങ്ങൾക്കതിന് സാധിക്കും. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഉണ്ടാകുന്ന ഫിയേഴ്സിനെ അതിനെ അതിജീവിച്ച് പോകാനും സാധിക്കും. മൂൺലൈറ്റ് നിങ്ങളുടെ പാതയിലെ കുറച്ച് ഭാഗം മാത്രമേ തെളിച്ചം തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള വഴി ക്ലിയർ ആവില്ല. കുറച്ച് വെളിച്ചം മാത്രമേ മൂൺലൈറ്റ് നിങ്ങൾക്ക് തരുകയുള്ളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള പരിഹാരവുമാണ്, നിങ്ങൾ അതിനുള്ള പരിഹാരം നേടാനുള്ള മൈൻഡ് സെറ്റിലും എനർജിയിലും എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾ നിങ്ങളെ സ്വയം മുറുകെ പിടിച്ച് നിങ്ങളുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശുഭദിനം.